വള്ളുവനാടിൻ്റെ മലമടക്കുകളിൽ ഗറില്ല പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച കോട്ടക്കുന്നിൻ്റെ ചെരുവിൽ കണ്ണുകെട്ടി കൈകൾ പിന്നോട്ട് കെട്ടി പിന്നിൽ നിന്നും വെടിവെക്കാനൊരുങ്ങിയ വെള്ളക്കാരനോട് പുറകിൽ നിന്നും വെടിവെച്ച് കൊല്ലാൻ ഞാൻ ഭീരുവല്ലടാ, ആണത്തമുണ്ടെങ്കിൽ നേർക്ക് നേരെന്ന് വെക്കടാ വെടി, എനിക്ക് ഈ നാടിൻ്റെ മണ്ണ് കണ്ടു മരിക്കണം. ബ്രിട്ടീഷ് പട്ടാള കമാൻഡർ കേണൽ ഹംഫ്രിയെ വിറപ്പിച്ച ഏറനാടൻ പുലി വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി. ആ ധീരവീര ദേശാഭിമാനിയുടെ കഥ പറയാം. ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾക്കും പരിധിവിട്ട ആക്രമണങ്ങൾക്കും അപ്പുറത്ത് നിയന്ത്രിതമായൊരു സമരമായി മലബാർ സമരത്തെയും സമരഭടന്മാരെയും തിരിച്ചുവിട്ട വിപ്ലവ നായകനാണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി. ചെറുപ്പത്തിലെ തടങ്കൽ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നതിൻ്റെ ചൂടുള്ള അനുഭവങ്ങൾ ഉരുക്കിപ്പണിത ചുണയുള്ള നേതൃത്വം വന്നതോടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും അവരെ സഹായിക്കുന്നവർക്കെതിരെയുമുള്ള പ്രതിഷേധങ്ങൾക്ക് വ്യവസ്ഥാപിത പോരാട്ടമുറകൾ രൂപീകരിക്കപ്പെട്ടത്. അണമുറിയാത്ത സമരവീര്യവും അചഞ്ചലമായ നേതൃശക്തിയും കൊണ്ട് മുസ്ലിം കേരളത്തിൻ്റെ ഹൃദയ താരകമായി തീർന്ന വിപ്ലവ നായകനാണ് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി. മലബാർ സമരത്തിൽ വർഗീയത കണ്ടവർ പോലും വാര്യൻ കുന്നത്തിനെ വർഗീയവാദിയാക്കാൻ ധൈര്യപ്പെടാതിരുന്നത് തരത്തിലും അദ്ദേഹം നിഷ്കർഷിച്ച മതമൈത്രി കൊണ്ടുതന്നെയാണ്. വാര്യൻ കുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെയും തുവ്വൂരിലെ പറവട്ടി കുഞ്ഞായിഷുമ്മയുടെയും മകനായി 1866 മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്തിലാണ് കുഞ്ഞഹമ്മദാജിയുടെ ജനനം. 1894 മണ്ണാർക്കാട് ലഹളയിൽ പങ്കെടുത്തതിനാൽ ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ ആജിയുടെ ഉപ്പയും ബന്ധുവായ പുന്നക്കാടൻ ചേക്കുവാജിയും ഉൾപ്പെട്ടിരുന്നു. വള്ളുവങ്ങാട് കുന്നുമൽ പ്രൈമറി സ്കൂളിലെ പഠനശേഷം ആലി മുസ്ലിയാരുടെ പിതൃ സഹോദരൻ എരിക്കുന്നത്ത് മമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് മതപഠനം നടത്തി. മണ്ണാർക്കാട് ലഹള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്നു. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാവശ്യപ്പെട്ട് അക്കാലത്തെ പ്രമുഖ പണ്ഡിതന്മാർക്കെല്ലാം അദ്ദേഹം കത്തയച്ചു. ഈ കത്തുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി. പിടികൊടുക്കാതെ വേഷപ്രച്ഛനായി കുഞ്ഞഹമ്മദാജി നാടുവിട്ടു. ആ യാത്ര ചെന്നവസാനിച്ചത് വിശുദ്ധ മക്കയിലായിരുന്നു. 3 വർഷത്തെ മക്ക ജീവിതം അദ്ദേഹത്തെ ഒരു പണ്ഡിതനാക്കി മാറ്റി. മലബാർ സമരത്തിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ മടങ്ങിയെത്തി. മൊറയൂരിനടുത്ത പോത്തുവെട്ടിപ്പാറയിലായിരുന്നു ആദ്യം താമസിച്ചത്. കുറച്ചു കാലം മരക്കച്ചവടം നടത്തി. അക്കാലത്ത് അദ്ദേഹത്തിന് അനേകം പോത്തുവണ്ടികളുണ്ടായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിയാർജിച്ചപ്പോൾ കുഞ്ഞഹമ്മദാജി സജീവ പ്രവർത്തകനായി മാറി. തുവ്വൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന് കമ്മിറ്റിയിൽ അംഗത്വം നൽകിയത് AP നാരായണ മേനോനായിരുന്നു. 1921 ആഗസ്റ്റിൽ തിരൂരങ്ങാടിയിൽ പട്ടാളം നടത്തിയ ക്രൂരമായ നരനായാട്ടിനെ തുടർന്നാണ് ആജി കൂടുതൽ കർമ്മശക്തി ആർജിച്ച് രംഗത്ത് വന്നത്. ആനക്കയത്ത് നിന്ന് 6000-ലധികം ആയുധധാരികളായ ഖിലാഫത്ത് പോരാളികളോടൊപ്പം അദ്ദേഹം ആഗസ്റ്റ് 22 പുറപ്പെട്ടു. അക്കൂട്ടത്തിൽ 500-ലധികം ഹിന്ദുക്കളും ഉണ്ടായിരുന്നുവെന്ന് സർദാർ ചന്ദ്രോത്ത് തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. കുറുതായി മെലിഞ്ഞ് കറുത്ത് പല്ലുകൾ പലതും പോയി കവിളൊട്ടി താടിയിൽ കുറച്ച് രോമവും വളർത്തി തടിച്ച വെള്ള ഷർട്ടും വെള്ളക്കോട്ടും ധരിച്ച് ചുവന്ന രോമത്തൊപ്പി അണിഞ്ഞ് അതിനു ചുറ്റും വെള്ള ഉറുമാൽ കെട്ടി കരയുന്ന ചെരിപ്പും കയ്യിൽ വാളുമായി നിൽക്കുന്ന ധീരത്വം സ്ഫുരിക്കുന്ന നേതാവിനെ കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്നവരുടെ ഹൃദയം പടപട ഇടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടാൽ വിരൂപമെങ്കിലും അയാളുടെ കണ്ണുകൾക്ക് നല്ല കാന്തശക്തി ഉണ്ടായിരുന്നു. അയാൾ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജിയായിരുന്നു. ദേശാഭിമാനി 1946 ആഗസ്റ്റ് 25 കേരള മുസ്ലിം ഡയറക്ടറിയിൽ ഇത് കുറിക്കപ്പെട്ടിട്ടുണ്ട്. കൊള്ളയും കൊലയും നടത്തിയിരുന്ന ചില മാപ്പിളമാരെ അച്ചടക്കമുള്ളവരാക്കിയത് കുഞ്ഞഹമ്മദാജിയാണ്. അദ്ദേഹം നേതൃരംഗത്തെത്തിയതോടെയാണ് ജനങ്ങൾ കൂടുതൽ അച്ചടക്കമുള്ളവരായി തീർന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ മാത്രമല്ല, അവരെ സഹായിക്കുന്ന ഹിന്ദു മുസ്ലിം ജന്മിമാർക്കെതിരെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം.
ഇന്ത് മുസ്ലിം സൗഹൃദത്തിൻ്റെ കാവലാളായിരുന്നു വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ്. ആഗസ്റ്റ് 25-ന് മഞ്ചേരിയിൽ നമ്പൂതിരി ബാങ്ക് കയ്യേറി അതിലുണ്ടായിരുന്ന പണ്ടങ്ങൾ അതിൻ്റെ ഉടമസ്ഥന്മാരെ വരുത്തി തിരിച്ചു കൊടുത്തത് കുഞ്ഞഹമ്മദ് ആദ്യ പ്രവർത്തനമായിരുന്നു. 1921 ആഗസ്റ്റ് 29-ന് കുഞ്ഞഹമ്മദ് സംഘവും റിട്ടയർഡ് ഇൻസ്പെക്ടർ ചേക്കുട്ടിയെ കൊലപ്പെടുത്തി. 1894-ലും 1897-ലും നടന്ന മാപ്പിളമാരുടെ സായുധ സമരകാലത്ത് ഇൻസ്പെക്ടറായിരുന്ന ചേക്കുട്ടി വാര്യൻകുന്നത്തിൻ്റെ കുടുംബത്തെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. വാര്യൻകുന്നത്ത് സ്ഥാപിച്ച കോടതി 3 പേരെ വധശിക്ഷ വിധിച്ചിരുന്നു. ആജിയുടെ നിർദ്ദേശമനുസരിച്ച് സമരഭടന്മാരുടെ രജിസ്റ്റർ ഉണ്ടാക്കി അവരുടെ ദിനസരിക്കുറിപ്പുകൾ തയ്യാറാക്കി. ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്ന് കണ്ടെടുത്ത സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ച് പട്ടാളക്കാരുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കി. ബ്രിട്ടീഷ് രീതിയിൽ തന്നെയായിരുന്നു ആജിയുടെയും ഭരണം. കലക്ടർ, ഗവർണർ, വൈസ്രോയി, രാജാവ് എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകളും അനുസരിച്ചു വാർത്താവിനിമയ രീതിയും പകർത്തിയിരുന്നു. വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ക്രൂര മർദ്ദനങ്ങൾ പുറത്തെടുത്തപ്പോൾ ആജിയും സംഘവും ഗറില്ല യുദ്ധം പരീക്ഷിച്ചു. ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ച യുദ്ധമുറയായിരുന്നു ഇത്. 400 പേരടങ്ങുന്ന ഹാജിയുടെ സംഘം പാണ്ടിക്കാട്ടെ ഒരു ഗൂർഖ ക്യാമ്പ് ഒറ്റ രാത്രി കൊണ്ട് ആക്രമിച്ച് 75 ഗൂർഖകളെ കൊന്നൊടുക്കി. ഇതിൽ കുപിതരായ ബ്രിട്ടീഷുകാർ മാപ്പിള വീടുകൾ കയ്യേറി ബയണറ്റ് കൊണ്ട് പുരുഷന്മാരെ കുത്തിക്കൊന്നു. സ്ത്രീകളെ അപമാനിച്ച ശേഷം വെട്ടിക്കൊന്നു. ആലി മുസ്ലിയാരുടെയും കുഞ്ഞഹമ്മദ് നെല്ലിക്കുത്തിലെ വീടുകൾ കൈബോംബെറിഞ്ഞ് ചുട്ടരിച്ചു. പാണ്ടിക്കാട്ടെ പട്ടാള ക്യാമ്പ് ആക്രമിക്കാൻ ചെമ്പ്രശ്ശേരി തങ്ങളുമായി ചേർന്ന് പദ്ധതിയൊരുക്കിയതും കുഞ്ഞഹമ്മദ് ആയിരുന്നു. കാളിക്കാവിനടുത്തെ കല്ലാമൂലിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ ആജിയുടെ സൈന്യത്തിലെ 35 പേർ കൊല്ലപ്പെട്ടു. അതിനെ തുടർന്ന് ഗുഡല്ലൂർ പോലീസ് ട്രെയിനിങ് ക്യാമ്പ് ആക്രമിച്ച ഒട്ടേറെ ബ്രിട്ടീഷുകാരെ വകവരുത്തി. ഇതിനിടെ ചെമ്പ്രശ്ശേരി തങ്ങളും സംഘവും പോലീസിന് കീഴടങ്ങി. ആജിയുമായി അടുപ്പമുണ്ടായിരുന്ന ഇൻസ്പെക്ടർ രാമനാഥ അയ്യരും സുബേദാർ കൃഷ്ണപ്പണിക്കരും കോൺസ്റ്റബിൾ ഗോപാലമേനോനും അദ്ദേഹത്തിന് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തു. മക്കയിലേക്ക് നാടുകടത്താനാണ് തീരുമാനമെന്നും മറ്റൊരു ശിക്ഷയും നൽകില്ലെന്നും അവർ മുഖേന ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അതൊരു കൊടും ചതിയായിരുന്നു. മാപ്പിളമാരുടെ ആത്മധൈര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പേരായിരുന്നു വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ്. വെള്ളപ്പട്ടാളത്തിൻ്റെ ഔദാര്യങ്ങൾ പറ്റി അവർക്ക് പുറം ചൊറിഞ്ഞവർ ആരായിരുന്നോ അവരായിരുന്നു വാര്യൻകുന്നത്തിൻ്റെ ശത്രുക്കൾ. കോന്തുനായരും കൊണ്ടോട്ടി തങ്ങളും വാര്യൻകുന്നത്തിന് സമമായിരുന്നു. 1922 ജനുവരി 6-ന് ആജിയും 20 അനുയായികളും മുൻ നിശ്ചയിച്ച പ്രകാരം ബ്രിട്ടീഷ് താവളത്തിലെത്തി. ആയുധം വെച്ച് ആസ്തദാനത്തിനായി കൈനീട്ടിയതോടെ അവർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചു. കല്ലാമൂലിൽ വെച്ചായിരുന്നു ഈ സംഭവം. ആജിക്ക് മാർഷൽ കോടതി വധശിക്ഷ വിധിച്ചു. 1922 ജനുവരി 20-ന് രാവിലെ മലപ്പുറം കോട്ടക്കുന്നിൻ്റെ ചെരുവിൽ ആ വീര ഇതിഹാസം അസ്തമിച്ചു.